വളരെ ദൂരവേ നിന്ന് ആദ്യമായി നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപൊരിക്കൽ സൂം മീറ്റിങ്ങിൽ നമ്മളൊരിക്കൽ ഒരു രാത്രി നമ്മളിൽ ചിലരൊക്കെ ആയിട്ട് നാം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ വരികയായിരുന്നില്ല, അങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളെ നേരിൽ കാണണമെന്നും നിങ്ങൾ ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എനിക്കും ആ കൂടെ വരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. നീതിമാൻ്റെ ആഗ്രഹം സാധിപ്പിക്കും എന്നരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എന്നെയും സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. വസിക്കലും നിലവിളി രാവിലൻ കൂടെ, വസിക്കലും നിലവിളി രാവിലൻ കൂടെ. ഉദിക്കുമേ ഉഷസതിൽ ആനന്ദഘോഷം, ഉദിക്കുമേ ഉഷസതിൽ ആനന്ദഘോഷം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത. കാണുന്നു ഞാൻ യാഹിൽ. നമ്മുടെ കർത്താവായ യേശുവിൽ നമുക്കൊരു പാറ, ഒരടിസ്ഥാനം, ഉറപ്പുള്ളൊരു പാറയുള്ളതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. ഒരിക്കൽ നമ്മൾ ചിലപ്പോൾ അവൻ്റെ കോപത്തിന് പാത്രീഭൂതരായി തീരാം. പക്ഷെ അടുത്ത നിമിഷം മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തലോടലിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദിനങ്ങളായി ജീവാന്ത്യം വരെ ദൈവം നമ്മെ നടത്തുന്നവനാ. ആ പാട്ട് 30-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഭക്തൻ പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ഇത് തന്നെയായിരിക്കും ചിന്ത. വസിക്കിലും നിലവിളി രാവിലൻ കൂടെ. രാത്രിയാമങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ണുനീരോടെ രാവാർക്കുന്നവരാണ്, നിലവിളിക്കുന്നവരാണ്. പക്ഷേ ഉഷസതിൽ ആനന്ദഘോഷം. വൈകുന്നേരം നമ്മൾ കണ്ണുനീരോടെ ആണ് കഴിയുന്നതെങ്കിലും, നിലവിളിയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവരാണെങ്കിലും, ഉഷസ്സാകുമ്പോഴേക്കും ദൈവം ആനന്ദഘോഷമാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. എങ്കിലും ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം മെനഞ്ഞവനോട് കളിമണ്ണിന് വമ്പ് പറയുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് കുശവനൊരു മണ്ണിന്റെ മേൽ അധികാരമുള്ള അദ്ദേഹം ഒരേ പിണ്ടം കൊണ്ട് ഒന്നൊരു മൺകലം ഉണ്ടാക്കുന്നു? നമുക്കറിയാം, ചോറ് വയ്ക്കാനും മറ്റു കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അതേ പിണ്ടം കൊണ്ട് ഒരു ചട്ടി ഉണ്ടാക്കുന്നു, അത് കറി വെക്കാനെന്നറിയാം. അതേ പിണ്ടം കൊണ്ട് ഒരു പൂച്ചട്ടി ഉണ്ടാക്കുന്നു, അത് പൂക്കൾ വെക്കാനാണെന്നറിയാം, ചെടി വെക്കാനാണെന്നറിയാം. അതേ പിണ്ടം കൊണ്ടൊരു കോളാമ്പി ഉണ്ടാക്കുന്നു, അത് കാർക്കച്ച് തുപ്പാനാണെന്നറിയാം. പക്ഷെ ഇതെല്ലാം വിവിധ ഉപയോഗത്തിന് വേണ്ടിയാണ് ഒരേ പിണ്ടത്തിൽ നിന്ന് ഒരു കുശവൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് യിരെമ്യാവിനെ കുശവന്റെ അടുക്കൽ വിട്ട് പാഠം പഠിപ്പിച്ച ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓരോ വിധത്തിൽ കൂടി കടത്തി വിടുമ്പോൾ ചിലപ്പോഴൊക്കെ നാം ചോദിച്ചു പോകും, എന്തുകൊണ്ട്? പക്ഷെ ചോദിക്കാൻ അവകാശമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളൊന്നും പറയുവാൻ ഈ ആരാധനാ മീറ്റിങ്ങിൻ്റെ നടുവിൽ സാധ്യമല്ല.
എൻ്റെ ജീവിതാനുഭവം 30-35 വർഷത്തെ ജീവിതാനുഭവം പുസ്തകമായിട്ട് ഉണ്ട്. അത് ഇംഗ്ലീഷിലേക്കുമായിട്ടുണ്ട്. കുറച്ച് കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലും ആ കോപ്പി നിങ്ങൾ കിട്ടിയിട്ടില്ലാത്തവരൊക്കെയും എടുത്തു കൊണ്ടുപോയിക്കോളൂ. അത് എൻ്റെ ജീവിതത്തിലെ പച്ചയായ ജീവിതാനുഭവങ്ങളാണ്. അത് ബാക്കിൽ ഒരു സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. കൂട്ടായ്മ കഴിഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ പൈസ ഉള്ളവർ തന്നാൽ മതി, ഇല്ലാത്തവരില്ല എന്നോർത്ത് പുസ്തകം എടുക്കാതെ പോകണ്ട. ഉള്ളത് എല്ലാവരും വീതം വെച്ചെടുത്തോളൂ. ഇംഗ്ലീഷിന്റെ 2-3 കോപ്പി ഉണ്ട്. ആർക്കെങ്കിലും ഇംഗ്ലീഷിന്റെ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എടുത്തോളൂ. എൻ്റെ ജീവിതാനുഭവം 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. 1986 മാർച്ച് മാസം 8-ാം തീയതി എൻ്റെ മെയ് മാസം 85 മെയ് മാസം 22-ാം തീയതി എൻ്റെ വിവാഹം കഴിയുന്നു. 1986 മാർച്ച് മാസം 8-ാം തീയതി ഞാൻ മരത്തെ നിന്ന് വീഴുന്നു. ഒരു കാർഷിക മേഖലയിൽ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു മരത്തിൽ നിന്ന് വീണാണ് എൻ്റെ സ്പൈനൽ കോഡ് തകർന്നു പോയത്. വീണപ്പോഴല്ല, ആരോ പറഞ്ഞപ്പോ നായിനെ കുളിപ്പിച്ചപ്പോഴല്ല, പിഴിഞ്ഞപ്പോഴാ ചത്തുപോയതെന്ന് പറഞ്ഞ പോലെ എന്നെ വീണപ്പോഴല്ല എനിക്ക് ഇത്രയും വലിയ ആഘാതം പറ്റിയത്. എന്നെ എടുത്ത് കുടഞ്ഞപ്പോഴാ. കാർഷിക മേഖലയിൽ ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ അതിനിടയ്ക്കൊരു കാര്യം പറയുകയാണ്. ഒരാൾ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റോ മരത്തുമേന്ന് വീഴുകയോ കെട്ടിടത്തിന്റെ മുകളിൽ വീഴുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ ദയവായി നിങ്ങൾ അയാളെ നിവൃത്തി കടത്തുക മാത്രമേ ചെയ്യാവൂ. ആരും പിടിച്ചു വലിക്കരുത്, ആരും എടുത്തു കൊടയരുത്. അത് ഒരു കൊടച്ചിലും മതി, അയാളെ ജീവിതം അതോടുകൂടെ തീരും. എന്നാൽ ഞാൻ ആദ്യം പാടിയ വരികൾ പോലെ ദൈവത്തിന്റെ കോപത്തിന് ഞാനും ഇരയായി തീർന്നെങ്കിലും എൻ്റെ നവയൗവനത്തിൽ ഈ കഷ്ടതയിലേക്ക് എടുത്തെറിയപ്പെട്ട ഈ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം 38 ദീർഘവർഷക്കാലം ഞാൻ കടന്നുപോയി. പക്ഷെ എനിക്കത് 38 ദിവസമായിട്ടേ ഇപ്പൊ തോന്നുന്നുള്ളൂ. 38 വർഷം പുതിയതായിട്ട് തളർന്നു പോയ ഒരാളെടുത്ത് ഞാൻ ഈയിടെ പോയപ്പോ അയാള് 3 മാസമേ ആയിട്ടുള്ളൂ. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ 38 വർഷമായെന്ന് പറഞ്ഞ അയാൾ 2 കൈ കൊണ്ട് തലയെ കൈവച്ചു. ഞാൻ ചോദിച്ചു, എന്താ കൈവെക്കുന്നത്? അല്ല, നിങ്ങൾ 38 വർഷം ഇത് സഹിച്ചെന്ന് പറയുമ്പോ ഞാനിവിടെ 3 മാസമേ ആയിട്ടുള്ളൂ. ഇനി ഞാനെങ്ങനെ ഇത് സഹിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ചൊലിക്കലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. ഈ 38 വർഷമായി എൻ്റെ പുസ്തകത്തിന്റെ പേര് ശാശ്വത ഭുജങ്ങളിൽ എന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നതാ. അതുകൊണ്ടാ ശാശ്വത ഭുജങ്ങൾ എന്ന് വെച്ച് അതിലെ ഓരോ അധ്യായങ്ങളും എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നതാണ്. ആ അധ്യായത്തിന്റെ പേരുകളാ. ആ 50 അധ്യായങ്ങളും വായിച്ച ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ വിളിക്കാത്തവരില്ല, സഹായിക്കാത്തവരില്ല, കൈത്താങ്ങ് തരാത്തവർ വളരെ ചുരുക്കമാണ്. ഇല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ട് അവിടെ വെച്ചെടുത്ത് ആരെങ്കിലും വായിച്ചിട്ട് അതിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജീവാന്ത്യം വരെ നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്വസ്ഥത, ദൈവത്തിന്റെ ആശ്വാസം ശാശ്വത ഭുജങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാം. അത് മാറാത്ത കരങ്ങളാണ്. മനുഷ്യന്റെ കരങ്ങൾ മാറിപ്പോകും, ദൈവത്തിന്റെ കരങ്ങൾ മാറുകയില്ല. ഒരു ബലഹീനനായ ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. 1986 മാർച്ച് മാസം 8-ാം തീയതി കഷ്ടത്തിലേക്ക് വീണ എന്നെ വൈദ്യശാസ്ത്രം 3 മാസം കൊണ്ട് കൈവിട്ടു. ഇപ്പൊ നിങ്ങൾക്കറിയോ കേരളത്തിൽ എത്ര പേരുണ്ടെന്ന്? 2023 ഞങ്ങളുടെ ഒരു സംഘടനയുടെ അന്വേഷണത്തിൽ 30,000-ൽ കൂടുതൽ ആള് കേരളത്തിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് മുഴുവനും സ്പൈനൽ ഇഞ്ചുറിയാണ്. 30,000-ൽ കൂടുതൽ ആള്. പോലീസിന്റെ കണക്ക് പ്രകാരം 15 പേർ ശരാശരി കേരളത്തിലെ റോഡിൽ 11 പേർ ശരാശരി മരിക്കുന്നു, 15 പേർ സ്പൈനൽ ഇഞ്ചുറി സംഭവിക്കുന്നു. ഈ കണക്ക് പോയാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും? എന്നിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. കഷ്ടതയിൽ എടുത്തെറിയപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല.
സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രത്യാശയില്ലാതെ, വൈദ്യശാസ്ത്രം കൈവിട്ടതോടുകൂടെ വീട്ടിലൊരു കട്ടിൽ അഭയം പ്രാപിച്ചെൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, അടുത്ത 3 മാസം കഴിയുമ്പോഴേക്കും ഞാൻ നിരാശനായി, നിരീശ്വരനായി, ദൈവമില്ല എന്ന് പറയുന്ന സ്ഥിതി വന്നു. ഈ സമയത്ത് ഒരു ബേബിച്ചേട്ടൻ എൻ്റെ അടുക്കൽ എന്നെ സന്ദർശകനായി കാണുവാൻ വന്നു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, മോനെ, ദൈവമില്ല എന്ന് പറയരുത്, ദൈവമുണ്ട്. ആരാണ് ആ ദൈവം? ഞാൻ എടുത്ത വായില് ചോദിച്ചു, ആരാണ് ആ ദൈവം? അപ്പൊ അദ്ദേഹം പറയാ, കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവം. നിങ്ങൾക്കിത് പറയാൻ ധൈര്യമുണ്ടോ? യേശുക്രിസ്തുവാണ്. മുഖമടച്ചതുപോലെ ആ മുഖമൊന്നും കൂടാതെ ആ മനുഷ്യൻ അന്യജാതിക്കാരനായ എന്നോട് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവം. അദ്ദേഹം ഒരു സുവിശേഷ ദുരുപദേഷ്ടാവായിരുന്നു. പക്ഷേ വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം തിരിഞ്ഞു പോയതാ. പക്ഷെ ആ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വായിലെ ചോദിച്ചു, ദൈവമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആരാണ് ആ ദൈവം? യേശുക്രിസ്തുവാണ് ആ ദൈവം എന്ന് കേട്ട ഞാൻ മടുത്തുപോയി. ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിലൊന്നും യേശുക്രിസ്തു ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വെട്ടും കുത്തും തല്ലും ബഹളവും അപകരണവും പിടിച്ചു പറയും അതിര് തർക്കവും കള്ളുകുടിയും എല്ലാം ഉള്ളവരാണ് ആയിരുന്നു അന്നത്തെ മലയോര ക്രിസ്ത്യാനികൾ. എൻ്റെ അപ്പന് അവരുമായിട്ട് ഇന്നും വെറുപ്പാ. കാരണം എൻ്റെ അപ്പൻ്റെ 3.5 ഏക്കർ സ്ഥലം അപഹരിച്ചത് നാട്ടിലെ ക്രിസ്ത്യാനികളിൽ ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും അവരോട് ഈ മദ്യപിച്ചിട്ടുണ്ടാകുന്ന ബഹളം കൊണ്ട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ കേട്ട പാതി ഞാൻ വെറുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 33 കോടി ദൈവങ്ങളുണ്ടെന്നാ പറയുന്നത്. എൻ്റെ മതത്തിൽ അറിയില്ല. അറിയപ്പെട്ട ദൈവങ്ങളെല്ലാം ഞാൻ വിളിച്ചു. പക്ഷെ ഒരിറ്റ് സമാധാനമില്ല, ആശ്വാസവുമില്ല. പിന്നെ നിങ്ങളുടെ യേശു. ആ മനുഷ്യൻ കൂടുതലൊന്നും പറഞ്ഞില്ല, 4 വാക്കിൽ പറഞ്ഞു, മോനെ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ഏകരക്ഷിതാവാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും നിത്യജീവനും സമാധാനവും സന്തോഷവുമുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് ഞാൻ സ്പഷ്ടമായി യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നവനാണ് എന്ന സദ്വാർത്ത, സുവിശേഷം, ഗുഡ് ന്യൂസ് കേട്ടത്. പക്ഷെ ഞാനങ്ങ് വിശ്വസിച്ചൊന്നുമില്ല. ഇയാൾ എന്നെ കിടപ്പിൽ വെച്ച് മതം മാറ്റാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ മനുഷ്യൻ കൂടുതലൊന്നും പറയാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ മറിഞ്ഞു കിടന്നു. ആരെങ്കിലും വന്ന് മറച്ചു കിടത്തിയാലേ മറിഞ്ഞു കിടക്കാൻ കഴിയൂ. അന്നത്തെ ഒരു ഫോട്ടോ എടുത്തു വയ്ക്കാൻ എനിക്ക് മാർഗമില്ലാത്ത കൊണ്ടാണ് ഒരു ഓല ഷെഡിൻ്റെ കീഴിൽ ഒരു അനവായനായിട്ടുണ്ടാക്കിയ ഒരു ഷെഡ്. ഇന്നത്തെ വിറക് വില പോലും വളരെ മെച്ചമാണ്. അങ്ങനത്തെ ഒരു ഷെഡിൽ കിടന്നാണ് ഈ മനുഷ്യൻ എന്നോടിത് പറയുന്നത്. പക്ഷെ ഈ മനുഷ്യൻ, ഞാൻ അദ്ദേഹം പറയുന്ന കാര്യത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു, വേണേ പ്രാർത്ഥിച്ചോ, കാരണം എനിക്ക് വേണ്ട, കാരണം ഞാൻ മരിക്കാൻ കിടക്കുകയാ. 38 വർഷം, 38 വർഷം കഴിഞ്ഞു. 38 വർഷം ഞാൻ നിങ്ങളോട് ഇത് സാക്ഷ്യം പറയുമ്പോൾ, ആ 38 കൊല്ലം മുമ്പേ ദൈവം തമ്പുരാൻ ഞാൻ എവിടെ എത്തിയവനായിരുന്നറിയാമോ? മരണത്തിന്റെ മുമ്പിലെത്തിയവനാ. മരണത്തിന്റെ കരാളഹസ്തം എന്നെ ഏത് സമയവും കടന്നു പിടിക്കും എന്ന അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഷെഡിൽ കട്ടിലിന്റെ ചോട്ടിൽ മുട്ടുകുത്തി എനിക്ക് വേണ്ടി കരഞ്ഞു. ആദ്യമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുകയാ. അതുകൊണ്ടൊരു ഭവനത്തിൽ പോയാ, ഒരു രോഗിയെ കാണാൻ പോയാ, ഒരു ബലഹീനനെ കാണാൻ പോയാ, അനുവാദം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അനുവാദം കിട്ടിയില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പ്രാർത്ഥിക്കണം. വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയാണോ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചാൽ അനുവദിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി പ്രാർത്ഥിക്കണം. ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് എന്നെ രക്ഷിച്ചത്. ആ മനുഷ്യന്റെ കട്ടിന്റെ ചോട്ടിൽ മുട്ടുകുത്തി എൻ്റെ മേൽ കൈവച്ച് കൈപ്പോടെ വേദനയോടെ കരയുവാൻ തുടങ്ങി. പിതാവേ, ഈ മോനെയും കൂടെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവനും കൂടെ അങ്ങയുടെ സത്യം ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. ഇവന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. ഹൃദയഭേദകമായ ആ പ്രാർത്ഥന കേട്ട ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ, ഞാനൊരു ഹിന്ദു. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാനും അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല.
എൻ്റെ അയൽവക്കത്തെ കണ്ടങ്കരി ചാക്കോച്ചേട്ടന്റെ, ഇവിടെ ആരും കണ്ടങ്കരിക്കാരുണ്ടോ? കണ്ടങ്കരി ചാക്കോച്ചേട്ടന്റെ മൂത്ത മകൾ ആനിയെ കല്യാണം കഴിച്ച ചേട്ടായിയാണെന്ന് മാത്രം ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴാണ് മാനസാന്തരപ്പെട്ടത്, എപ്പോഴാണ് വിശ്വാസത്തിൽ വന്നത്, ഇതൊന്നും അറിയില്ല. ഒരു കാത്തലിക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ടയാളാണ്. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന എൻ്റെ ഉള്ളത്തെ ചലിപ്പിച്ചു. ഞാൻ ചിന്തിച്ചു, ഇയാളും ഞാനൊരു ബന്ധവുമില്ല, പക്ഷെ ഇയാൾ എനിക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കരയുന്നുവല്ലോ. എന്താണ് ഇദ്ദേഹം പറയുന്ന കാര്യം? ശരിക്കും അദ്ദേഹം തന്നൊരു വേദപുസ്തകം ഞാൻ വായിച്ചതാ. ചുരുക്കി പറയാം, വേദപുസ്തകം വെറുതെ വായിച്ചതാ. ഒരു മാസങ്ങൾ കൊണ്ട് വെറുതെ ഉറക്കമില്ലാതെ 8 മാസം, നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, 8 മാസം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് 8ാമത്തെ മാസം ഞാൻ ഇങ്ങനെയായി. എൻ്റെ ഭാര്യ 4 മാസം ഗർഭിണിയാണ്. അവളെ വീട്ടുകാർ കൊണ്ടുപോയി തിരുവനന്തപുരത്തേക്ക്, അവളുടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനില്ല. ആയിരക്കണക്കിന് ചിന്തകൾ, രാത്രിയാമങ്ങൾ എൻ്റെ ഉള്ളിൽ വരും. ഒന്നിനും ഉത്തരവില്ല. അവസാനം പിശാച് പറയും, നീ ചാവുക, മരിക്കുക, നീ മരിക്കുക, മരണമല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. പ്രിയമുള്ളവരെ, മരണമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക പോംവഴി എന്ന് ചിന്തിച്ച് 8 മാസം ഉറങ്ങുവാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യനായി രാത്രി, നിങ്ങൾക്കറിയാം, ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? പകലത്തെ അധ്വാനവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം കഴിഞ്ഞു വന്ന് ശാന്തമായി ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമായി. ഒരൊറ്റ ദിവസം ഉറങ്ങിയില്ലെങ്കിൽ 24 മണിക്കൂറിന് 24 വർഷത്തെ ദൈർഘ്യം വരും. ഈ അവസ്ഥയിൽ കഴിഞ്ഞ സമയത്താണ് ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് ഈ സുവിശേഷം എന്നോട് പറഞ്ഞത്. സുവിശേഷം കടുകുമണിക്ക് തുല്യമാ. 10 മറ മാവിലെടുത്ത് വെക്കുന്ന ഈസ്റ്റിന് തുല്യമാ. അല്പം മതി, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. അല്പം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ, ശരിക്കു പറഞ്ഞാൽ അത് 10 പറ മാവിൽ ഒരല്പം ഈസ്റ്റ് ചേർത്ത് വെച്ചാൽ അത് പിറ്റേന്ന് രാവിലേക്ക് പുളിക്കുന്നത് പോലെ അപാരമായ വിഘടനം സംഭവിച്ച്, അപാരമായ പരക്കൽ സംഭവിച്ച്, വികാസം സംഭവിച്ച് അതെന്തായി തീരും. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് കടുകുമണിക്ക് തുല്യം. അത് സസ്യങ്ങളിലെല്ലാം വലുതൊന്നും ആകത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ കടുകുമണി പാകിക്കഴിഞ്ഞാൽ അത് വളരെയധികം വർദ്ധിക്കും, അതിവേഗം വികസിക്കും. തൊട്ടു താഴെ ആ മാവിന്റെ ഉപമ കർത്താവ് പറഞ്ഞ അതാ. എൻ്റെ ജീവിതത്തിൽ 1986 മാർച്ച് മാസം 8-ാം തീയതി വീഴുകയും ഒക്ടോബർ മാസം ഒരു രാത്രി ഈ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കാനിടയായി. മറ്റൊന്നുമില്ല, ഇയാൾ തന്ന ബൈബിൾ ഞാൻ വായിച്ചു തുടങ്ങി. ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഒന്ന് മനസ്സിലായി, ഇതിനകത്ത് എന്തോ ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും വിട്ടുകളഞ്ഞ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു. അതിൻ്റെ 14-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ വാക്യം ആത്മീക അന്ധനായ എൻ്റെ കണ്ണു തുറന്നു. എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ കണ്ണ് തുറന്ന അന്ന് മുതൽ എൻ്റെ ലോക ഗുരുക്കന്മാരും ലോക പ്രശ്നക്കാരും ലോക മന്ത്രവാദികളും എനിക്ക് വിധി എഴുതിയതാ 3 മാസം. എൻ്റെ അച്ഛൻ പോയി പറഞ്ഞു, സുഷുമ്ന നാഡി മുറിഞ്ഞു പോയി, മരത്തുമെന്ന് വീണതാ. അപ്പം പ്രശ്നക്കാരന് മനസ്സിലായി 3 മാസത്തെ കൂടെ അവൻ നിൽക്കത്തില്ല, അവൻ ചത്തുപോകും. കാരണം എന്താ? ഒന്ന് ശരീരം പൊട്ടി മുറിവായി മാറും. നിങ്ങളിങ്ങനെ കിടക്കുന്ന ആളുടെ അടുത്ത് പോയാൽ പുറമേ നോക്കരുത്, അയാൾ മറിച്ച് കിടത്തി നോക്കിയാൽ വലിയ കിഴുത്തിയായിരിക്കും ഓരോരുത്തരുടെ അടിയിലും. ശരിക്കും പറഞ്ഞാൽ അത് അസ്ഥിയിലേക്ക് ബാധിക്കുന്നതോടുകൂടെ ഇൻഫെക്ഷൻ ആകും, അസ്ഥികളിലേക്ക് ബാധിക്കും, പിന്നെ അവൻ വേഗം മരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ 38-ാമത്തെ വർഷം നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സാധ്യമായത് ദൈവകൃപ, 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 അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാമോ,
6,500,000 കിലോമീറ്റർ യാത്ര ചെയ്യുവാനിടയായി ഈ 30 വർഷങ്ങൾ കൊണ്ട്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ ഇരിക്കാൻ പാടില്ല. ഇതാ പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. സകലവും സാധ്യം. ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ച ഒരു പാഠം അതാണ്. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ദൈവമക്കളെ, നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പലരും മുദ്രയടിച്ച, ജീവിതത്തിന്റെ വൈതരണി ഘട്ടങ്ങളിൽ അസാധ്യമെന്ന് ലോകം മുദ്രയടിച്ച, വൈദ്യശാസ്ത്രം മുദ്രയടിച്ച, അല്ലെങ്കിൽ ലോക സാമൂഹ്യ വ്യവസ്ഥിതികൾ മുദ്രയടിച്ച അവരാണോ നിങ്ങളുടെ ജീവിതം? അത് സാധ്യമാക്കുവാൻ ജീവനുള്ള ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെ 86 ഒക്ടോബർ മാസം ഒരു രാത്രി ബൈബിളിൽ നിന്ന് ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എങ്കിൽ പിന്നെ ഒരുപാട് വഴികളുണ്ടെന്ന് ഈ മതങ്ങളെല്ലാം പറയുന്നത് എന്താണ്? ഞാൻ അങ്ങക്ക് പെട്ടെന്ന് ചാടിക്കേറി അങ്ങ് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നില്ല. യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് ശരിക്കും വിശ്വസിച്ചാൽ അതൊരു വലിയ നിധി തന്നെയാണ്. ആ മനുഷ്യൻ പോയെങ്കിലും ഞാൻ ഈ പുസ്തകവുമായി ദൈവസന്നിധിയിലിരുന്നു. വീണ്ടും തുടർന്ന് വായിക്കുവാൻ തുടങ്ങി. വെളിപാട് പുസ്തകം 3:19-20. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ഞാൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എനിക്ക് പെട്ടെന്ന് വാക്യം ഗ്രഹിക്കാൻ സാധിച്ചു. എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചത്, ഭൗതിക പിതാവ് എന്നെ ശിക്ഷിച്ചത് കുരുത്തക്കിടന്നെങ്കും കാണിച്ചാൽ, കളവ് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജാഗ്രതയുള്ളവനാകണം. എന്തിനാണ് എൻ്റെ പിതാവ് എന്നെ ശിക്ഷിച്ചത്? എന്നെ ആ കളവ് പറഞ്ഞത് കൊണ്ടാണ്, അല്ലെ അയൽവക്കത്തെ മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ അടത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ പരിശുദ്ധനായ ദൈവം നമ്മളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ വടി കൊണ്ടടിക്കുകയോ ചെയ്താൽ, ബൈബിൾ പറയുന്നത്, ഇസ്രായേലേ, ഞാൻ നിന്നെ വടി കൊണ്ട് ശിക്ഷിക്കാതെ വിടുകയില്ല എന്നത്രേ. ഏതു മനുഷ്യനെയും ദൈവം വടി കൊണ്ട് ശിക്ഷിക്കുന്നത് അതിശയമല്ല. അടുത്ത വാക്യം, ആകയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഈ വാക്യം ഗ്രഹിക്കാൻ ദൈവാത്മാവിനെ സഹായിച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, ഞാൻ ജാഗ്രതയുള്ളവനായിരിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ഹൃദയവാതിക്കൽ ദൈവം മുട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 86 ഒക്ടോബർ മാസം രാത്രി എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൊച്ചു കൂടാരത്തിൽ, കൊച്ചു ഭവനം. അന്നത്തെ 38 വർഷം മുമ്പൊക്കെ നല്ല വീടുകളൊക്കെ വളരെ അപൂർവ, ഓടിട്ട വീടുകളെ ചുരുക്കം, പുല്ലുമേഞ്ഞ വീടുകൾ, ഓലമേഞ്ഞ വീടുകളാണ് അന്നുള്ള വീടുകൾ. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭവനത്തിൽ അയൽവകത്തെ കത്തോലിക്ക ചേട്ടന്മാരൊക്കെ കൂടെ എടുത്തുകൊണ്ടുപോയി അവിടെ കിടത്തി. ഒരു ഓല കൊണ്ട് മേഞ്ഞ് ചാക്ക് കൊണ്ട് മറച്ചു. ചാക്കെന്ന് പറഞ്ഞാൽ ഉപ്പ് ചാക്ക് കഴുകിക്കൊണ്ടുവന്ന് ചേട്ടായി മുമ്പിൽ കൊണ്ടിട്ട് തന്നു. എടാ, അവിടെ കിടന്നെടുത്തുനിന്ന് അത് അഴിച്ച് തുന്നിത്തരാമെങ്കിൽ ഞാൻ മറച്ചു തരാം. അങ്ങനെ കിടന്നെടുത്ത് വെച്ച് ഉത്സാഹിയായതുകൊണ്ട് കിടപ്പിലും ഉത്സാഹിയായിരുന്നു. ആ ചാക്കൊക്കെ കിടന്നെടുത്തുനിന്ന് വെച്ച് തുന്നി. അങ്ങനെ അത് മറച്ചു. ഇന്നത്തെ സിൽപോളിനൊന്നും അന്നില്ല, അന്ന് സിൽപോളി പരിപാടിയുമില്ല. അതുകൊണ്ട് ആ ചാക്ക് മറച്ച മറയ്ക്കകത്ത് കിടന്ന് ഒരു ചാക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. അതാ വാതില്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ കിടന്നു രാത്രി എൻ്റെ സങ്കടത്തിൽ ഞാൻ നിലവിളിച്ചു. അർദ്ധരാത്രി ആയപ്പോ ഉറക്കമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് വായിച്ചെങ്കിലും ഞാൻ അങ്ങ് പിടിച്ച് കയറിയില്ല, വിശ്വസിച്ച് അംഗീകരിച്ചില്ല. ഫലം വീണ്ടും ഞാൻ നിരാശയിലാണ്. ഒരർദ്ധരാത്രി ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്തപ്പോൾ, എൻ്റെ കുഞ്ഞിനെ കാണുമോ എന്ന് ചിന്തിച്ചപ്പോൾ, എൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അന്തം കിട്ടാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ആ കരച്ചിലിൽ അവസാനം ഞാനൊരു പാതി മയക്കത്തിൽ കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം എന്നെ തേടി വന്നു. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകും എന്നറിയുക. ഇന്നും അന്നും എനിക്ക് പുതിയതായ ശബ്ദമാണത്. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകുമെന്നറിയുക.
പ്രിയമുള്ളവരെ, അശരീരി എന്ന് പറഞ്ഞാൽ ആളെ കാണാനില്ല, പക്ഷെ ശബ്ദം കൃത്യമായിട്ട് കേട്ടു. ശബ്ദം കൃത്യമായി കേട്ടു, പക്ഷെ ആളെ കാണാനില്ല. രാത്രി അടുത്തുണ്ടായിരുന്നൊരു ചിമ്മിനി വിളക്ക് കത്തിച്ച്, അന്ന് കരണ്ടൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ചിമ്മിനി വിളക്ക് കത്തിച്ച് ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല. അണച്ച് വീണ്ടും കിടന്നു. ഈ ശബ്ദം വീണ്ടും വരുന്നു, എക്കോ അടിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിൾ സങ്കീർത്തനത്തിന്റെ വാക്കുണ്ട്, യഹോവ ഒരിക്കൽ എന്നോട് അരുളി ചെയ്തു, 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. എങ്ങനെയാ ഒരിക്കൽ അരുളി ചെയ്തിട്ട് 2 പ്രാവശ്യം കേട്ടത്? എക്കോ അടിച്ചു വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ ഞാനും കേട്ടുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നരകാഗ്നി നശിച്ചു പോവുക. ഇന്നത്തെ പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ ഒരാളോട് സുവിശേഷം പറഞ്ഞു, ഉടനെ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവരത് ചൊല്ലി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കേട്ടോ, പൊക്കോളൂ, വീട്ടിൽ പൊക്കോളൂ, അടുത്ത ആഴ്ച സ്നാനപ്പെടാം എന്ന് പറഞ്ഞ് വിടുന്നത് പോലുള്ളൊരു പരിപാടിയായിരുന്നില്ല. മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഞാൻ നേരിട്ട് കേൾക്കുകയാ. അന്ന് രാത്രി 2 കൽപ്പിച്ച് ഞാൻ ഈ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ അർദ്ധരാത്രി യേശുവെ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചു. അതുവരെ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ പറയുന്ന കള്ളുകുടിയില്ല, വീട് വലിയില്ല, കുരുത്തക്കേടില്ല, പിന്നെ എന്ത് പാപിയാ, ഞാൻ എന്തോന്ന് പാപ ചെയ്ത് എന്നാ നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല പാപം. കൃഷ്ണൻകുട്ടി സാറിന്റെ ഭാഷ പറഞ്ഞ പാപമാകുന്ന മഹാമരത്തിന്റെ പക്വം വന്ന ഫലങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പാപമെന്ന് വിളിക്കുന്ന പലതും. അതിൽ 1, 2, 3, 4 ഫലങ്ങൾ പറിച്ചു കളഞ്ഞത് കൊണ്ട് പാപമാകുന്ന മഹാമരം അവിടെ തന്നെ നിൽക്കുകയാ. അതുകൊണ്ടാ പിന്നെയും പിന്നെയും പാപം എന്ത് ചെയ്യുന്നത്, കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരെന്നിട്ട് 1, 2 കൊമ്പ് വെട്ടിക്കളയും, ഇത്തിൽ കന്നി ബാധിച്ചതുപോലെ. പക്ഷേ വീണ്ടും അത് കിളിർക്കും, വീണ്ടും ഫലം കായ്ക്കും. അല്ല, പാപമാകുന്ന മഹാമരത്തിന്റെ ചുവടെ വേര് കൂട്ടിപ്പറിച്ചെങ്കിൽ മാത്രമേ ഈ പാപം നമ്മെ വിട്ടുപോകൂ. പാപത്തിന്റെ മനോഭാവത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചല്ലാതെ പാപം നമ്മെ വിട്ട് അകന്നു പോകയില്ല. മറിച്ച് 1, 2 ഫലം മാത്രം പറിച്ചു കളഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന പാപത്തിൽ നമ്മൾ ആയിരിക്കരുത്. ഇത് വഞ്ചനയാണ്. ഇത് തിരുവചനം പറയുന്ന പോലെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകും. ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഭക്തിയില്ല. ഭക്തി എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് വരേണ്ടതാ, വേഷം എന്നുള്ളത് പുറത്തു നിന്നുള്ളതാ. ഒരു 2ാം ക്ലാസ്സുകാരനെ ഡോക്ടറായിട്ട് അഭിനയിക്കാം, പക്ഷെ ഒരു ഡോക്ടർ ആകണമെങ്കിൽ എന്തുമാത്രം പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു IPS-കാരനായി ഒരു കേവലം തണ്ടും തടിയുള്ള ഒരുത്തന് അഭിനയിക്കാം, കുറച്ച് ഡയലോഗൊക്കെ പഠിച്ച് അഭിനയിക്കാം. പക്ഷെ ഒരു IPS-കാരനാകുക, IAS-കാരനാകുക, ഒരു ഡോക്ടറാകുക എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രയാസമുള്ള സംഗതിയാ. ഇതുപോലെ ഭക്തിയുടെ വേഷം ധരിക്കാൻ ഒരു ചെലവുമില്ല. പക്ഷേ ഭക്തനായി തീരുവാൻ വലിയ ചെലവുണ്ട്. നമ്മെ തന്നെ ആ യാഗപീഠത്തിലേക്ക് ദഹിപ്പിക്കുവാനായി വിട്ടുകൊടുക്കണം. അങ്ങനെ നമുക്ക് യഥാർത്ഥ ഭക്തരാകുവാൻ കഴിയൂ. അന്ന് രാത്രി 2 കൽപ്പിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. യേശുവേ, ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉടഞ്ഞ് തകർന്ന പാത്രം പോലെ ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. 2.5 മണിക്കൂർ, നിങ്ങൾ വിശ്വസിക്കയില്ല, 2.5 മണിക്കൂർ ഞാൻ ആ കിടക്കയിൽ കിടന്ന് വിലപിച്ചു. എന്റെ ചെവിയുടെ കുടുത്തലെല്ലാം കണ്ണുനീർ നിറഞ്ഞ് ഞാൻ കരച്ചിലായി പോയി. രാത്രി ജ്യേഷ്ഠൻ എഴുന്നേറ്റ് വന്ന് ചോദിച്ചേടാ മോനെ, 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇവിടെ വന്നത് കൊണ്ടാണോ കരയുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചേട്ടൻ പോയി കിടന്നോളൂ. പ്രിയമുള്ളവരെ, അന്ന് രാത്രി എന്റെ യേശു എന്റെ ഉള്ളിൽ വന്നു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ വരം നൽകണം. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന ജീവിതമല്ല, ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ പരാജയമാണ്. നമ്മിൽ നന്മ വസിക്കുന്നില്ല. ബൈബിൾ പറയുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ,
ഈ പാപകരമായ ജഡത്തിൽ നിന്ന് ആരെന്നെ പൗലോസപ്പോസ്തലൻ ഏറിയ ദീർഘപക്ഷക്കാലം കഴിഞ്ഞ് റോമർക്കെഴുതിയ ലേഖനത്തിൽ വിലപിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപകരമായ ജഡത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? ക്രിസ്തു യേശു നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമേ പാപത്തിൽ നിന്ന് വിജയമുള്ളൂ, പാപത്തിൽ നിന്ന് വിജയമുള്ളൂ. അങ്ങനെ ആ രാത്രി 1986 ഒക്ടോബർ മാസം ഒരു രാത്രി യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു. പാടുവാൻ എനിക്ക് കഴിവില്ല, പാടാൻ മനസ്സുണ്ടെങ്കിൽ പാടുവാൻ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നുവെന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നുവെന്നിൽ. യേശുവൻ ഉള്ളത്തിൽ വന്ന ആ രാത്രി ബോധം കെട്ടി ഞാൻ ഉറങ്ങി. 8 മാസം ഉറങ്ങുവാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിൽ ബോധം കെട്ട് ഉറങ്ങി. ഇന്ന് ജോസ് ബ്രദർ ചോദിച്ചിട്ടില്ല. സാധാരണ എന്നോട് പല വീട്ടിലും താമസിച്ച ചോദിക്കുന്നു, ഉറങ്ങിയോ? സ്ഥലമൊക്കെ മാറിക്കിടന്ന സാധാരണ ഉറങ്ങിയോ ചോദിക്കും. എനിക്ക് കിടക്കുകയേ വേണ്ടൂ, അപ്പൊ തന്നെ ഉറങ്ങും, അപ്പൊ തന്നെ ഉറങ്ങും. കാരണം എന്താ? അത്ര വലിയ സമാധാനം, അത്ര വലിയ സമാധാനം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കെല്ലാം ലഭിച്ച സമാധാനത്തിന്റെ ഇരട്ടി സമാധാനം എനിക്ക് തന്നിരിക്കുക. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഉറങ്ങാൻ കഴിയുന്നത്. നിങ്ങളെല്ലാം ഇരിക്കുന്നവരും നടക്കുന്നവരും നിൽക്കുന്നവരും ഒക്കെയാ. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ഈ അവസ്ഥയിലായിട്ടൊരു മനുഷ്യന് ചിരിക്കാൻ കഴിയുമോ? സന്തോഷിക്കാൻ കഴിയുമോ? തിരുവചനം പറയുന്ന പോലെ ഞാൻ സന്തോഷിക്കുന്നു. സാഹചര്യം എത്ര തന്നെയായാലും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല. പ്രിയ ദൈവമക്കളെ, ലോകം തരുന്ന സമാധാനം സാഹചര്യം അനുകൂലമാകുമ്പോഴുള്ള സമാധാനമാണ്. ഞാൻ ഈ 38 വർഷവും ചികഞ്ഞു നോക്കി. സാഹചര്യം അനുകൂലമാകുമ്പോൾ എല്ലാ അവിശ്വാസിക്കും നിരീശ്വരവാദിക്കും സമാധാനമുണ്ട്, ഇല്ലേ? കല്യാണം കഴിയുമ്പോൾ ആർക്കാ സമാധാനം ഇല്ലാത്തത്? കുറച്ചു നാൾ എല്ലാവർക്കും സമാധാനമുണ്ട്. പക്ഷെ ഭാര്യ വീണ്ടും കന്നട്ടയ്ക്ക് തരിക തരിക എന്ന 2 പുത്രിമാരുണ്ടെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം പോയി. സമാധാനം ഉണ്ടായിരുന്നു, പക്ഷെ പോയി. ഒരു കൊച്ചുണ്ടാകുമ്പോ സമാധാനം ഇല്ലാത്തവരാരാ ഉള്ളത്? പക്ഷെ കുഞ്ഞു വൈകല്യമുള്ളതാണെങ്കിലോ സമാധാനം പോയി. ശരിയല്ലേ? ഒരു വീട് കിട്ടിയപ്പോ സമാധാനമുണ്ട്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, നായനാർ എനിക്കൊരു വീട് തന്നു. പക്ഷേ വീട്ടിൽ പാർക്കുന്ന മകൻ കള്ളുകുടിയനായപ്പോ സമാധാനം പോയി. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ കാണുന്നതൊന്നും ശാശ്വതമല്ല, എല്ലാം താൽക്കാലികമാ. ഇതൊന്നും നമ്മളെ സമാധാനം തരുന്നതുമല്ല, തൽക്കാലത്തേക്ക് മാത്രമുള്ളത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. പലരും വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്നാ. പക്ഷെ കല്യാണം കഴിഞ്ഞാലൊന്നും സമാധാനം കിട്ടുകയില്ല. വീട് കിട്ടിയാൽ സമാധാനം കിട്ടത്തില്ല, കാറ് കിട്ടിയാൽ സമാധാനം കിട്ടത്തില്ല. പണ്ട് പൂന്താനം പാടിയ പോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയാകുന്ന പാശം അതിങ്കെന്നു വേറെ ഇടാതെ കരയേറുന്നു നിൽക്കുക. മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കയില്ല, അവന്റെ ആശ തീരുകയില്ല. അത് വർദ്ധിച്ച് കയറ് പോലെ ചുറ്റി അവനെ വരിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയൊന്നും സമാധാനം കിട്ടുകയില്ല. സമാധാനം ഒറ്റയിടത്തേ ഉള്ളൂ. സമാധാന പ്രഭുവാകുന്ന ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാമോ? നിങ്ങൾക്ക് സമാധാനമുണ്ട്. എന്റെ മുഖത്ത് നോക്കൂ, എന്റെ കാല് നോക്കണ്ട. ഊരെ തളർന്നവനാ. ഈ അരക്ക് താഴെ യാതൊരു ചലനവുമില്ല. ഡെഡാണ്, ചത്തതാണ്, ശരിക്കും ചത്തതാ. കാല് നിലത്ത് പോയി ഒരഞ്ഞാൽ അറിയത്തില്ല, മൂർക്കം പാമ്പ് കടിച്ചാൽ അറിയത്തില്ല, ഉറുമ്പ് കടിച്ചാൽ അറിയത്തില്ല. രാത്രി 1-2 വട്ടം എഴുന്നേറ്റ് ഇന്നലെ നോക്കി, കാരണം വല്ല പാറ്റയും കയറി തിന്നുന്നുണ്ടോ നോക്കാൻ. ടോർച്ചടിച്ചൊക്കെ നോക്കി, കാരണം പകുതി തിന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്റെ സമാധാനത്തിന് യാതൊരു കോട്ടവുമില്ല.
പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ സമാധാനം. എന്റെ സമയം തീർന്നുപോയി. ഞാൻ ആ സമാധാനത്തിന്റെ സാക്ഷി അവിടെ നിർത്തട്ടെ. അനുഭവ സാക്ഷ്യവും പ്രസംഗവും രണ്ടും പറയണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ സാക്ഷ്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഈ രണ്ടും പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ സമയം തന്നാലും പറ്റത്തില്ല. അതുകൊണ്ട് കഷ്ടിച്ചൊരു മണിക്കൂറാവുള്ളത് അരമണിക്കൂർ അങ്ങ് പോയി. ഇനി ഞാൻ എന്തോ പറയും? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ രക്ഷകനെ നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നാളത്തേക്ക് വെക്കരുത്. ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. യേശുവല്ലാതെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. മറ്റൊരു നാമവും ഇല്ല. ഈ നാമമാണ് എന്നെ വീണ്ടെടുത്തത്. ഈ നാമമാണ് നിങ്ങളുടെ മുമ്പിൽ എന്നെ ഇന്ന് നിർത്തുമാറാക്കിയത്. നിൽക്കുകയല്ല, ഇരിക്കുക ആക്കിയിരിക്കുന്നത്. ഈ നാമമാണ് എന്നെ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സഞ്ചരിക്കുമാറാക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച മാർത്താണ്ഡം വരെ പോയി. തമിഴ്നാട്ടിലെ മാർത്താണ്ഡം വരെ തിരിച്ചു വന്നപ്പോൾ 1400 കിലോമീറ്റർ. എൻ്റെ ശരീരം ഒട്ടും പറ്റുകയില്ല. പക്ഷെ എന്നിട്ടും ഇതൊക്കെ സാധ്യമാക്കുന്നത് ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. പ്രിയമുള്ളവരെ, തീർന്നില്ല. കഷ്ടതയുടെ നാളുകളിൽ നിന്ന് ദൈവം തന്ന ഒരു സ്ഥാപനമാണ് കാരുണ്യ ഭവൻ. എൻ്റെ നഷ്ടപ്പെട്ട ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ കുഞ്ഞിനെ ദൈവം തിരിച്ചു തന്നു. ഇപ്പോൾ കാരുണ്യ ഭവനിൽ 15 പേർ കൂത്തുപറമ്പിലുണ്ട്. ഇപ്പൊ പത്തനംതിട്ടയിൽ ആരംഭിച്ചിരിക്കുക. ചിലർ വിചാരിക്കുക എന്തോന്നിന്റെ സോക്കേടാ ഊര തുറന്ന ഈ മനുഷ്യന് വല്ല പണിയുമില്ലാന്നിട്ടാ. അവന്റെ സോക്കേട് വല്ലാത്ത സോക്കേടാ. ഇപ്പൊ അവിടെ 5 പേരായി. ഇപ്പൊ 15, 5, 20 പേരായി. തളർന്നു കിടക്കുന്ന 30,000 കൂടുതൽ ആള് കേരളത്തിൽ മാത്രം തളർന്നു കിടക്കുക. 30% കൂടുതൽ സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചാൽ ചികിത്സയില്ല. എന്തുമാത്രം ആളാ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? പ്രിയ ദൈവമക്കളെ, ആർക്കും ഇങ്ങനെ ഭരിക്കാതിരിക്കട്ടെ. പക്ഷേ ഈ കഷ്ടതയിലും അത് ഗുണമാക്കി മാറ്റുവാൻ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അത് ജലതടാകമാക്കി അതിൽ മുങ്ങിക്കുളിക്കുവാൻ ദൈവം നമുക്ക് ആശ്വാസമായി കൂടെയുണ്ട്. അവൻ വലിയവനാ. നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കാം. ഒരല്പ ദൈവവചനത്തിന് വേണ്ടി അല്പ ദൈവവചനം നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. 95-ാം സങ്കീർത്തനം ഒന്നെടുത്തോളൂ. 95-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിഭീലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇതേ വാക്യം നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലും ഇതേ വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയും. ഒരു സംഗതി പല പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വലിയതാണ് എന്ന് മനസ്സിലാക്കുക. എബ്രായ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പരീക്ഷാ ദിവസത്തിൽ നിങ്ങൾ മത്സരിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കഠിന ഹൃദയരുടെ ഒരു കേന്ദ്രമായി വിശ്വാസ സമൂഹം മാറിപ്പോയോ എന്ന് ഞാൻ പലപ്പോഴും ഭയപ്പെടുന്നു. കാരണം ഈ ദൈവിക സത്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്, ദൈവവചനം ഇത്രമാത്രം കേൾക്കുന്നൊരു കൂട്ടം മറ്റാരുമില്ല. യഥാർത്ഥ വിശ്വാസ സമൂഹമാണ് അത്രയധികം ദൈവവചനം കേൾക്കുന്നവർ. പക്ഷെ ഈ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല? അത് വിശ്വാസമായി പരിണമിക്കില്ല. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. മത്തായി 13:14. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. കണ്ടുപോ, അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗത്തിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ ദൈവവചനം കേട്ട് കേട്ട്
കഠിനമാകി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഞാനിതൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് പറയുകയാണ്. കവുങ്ങും തെങ്ങും ധാരാളം ഉള്ള ഒരു നാട്ടിലാണല്ലോ നാം ജീവിക്കുന്നത്. ആദ്യമായി തെങ്ങിലോ കവുങ്ങിലോ ഒരു കയറിന്റെ ത്രായ്പിട്ട് നിങ്ങൾ കയറാമെങ്കിൽ നിങ്ങളുടെ കാല് പൊട്ടും. 2 or 3 പ്രാവശ്യം കയറുമ്പോഴേക്ക് നിങ്ങളുടെ കാല് നിശ്ചയമായി പൊട്ടും. പക്ഷേ അതേ ത്രായ്പ് തുടർന്ന് പിന്നെയും 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 നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? ശരീരത്തിലെ നിർജീവ കോശങ്ങളെ കൊണ്ടുവന്ന ആ കാലിന്റെ ആ മടക്കിന് കൊണ്ടേ അടുക്കും ശരീരം ഓട്ടോമാറ്റിക്കായി. അപ്പോൾ പിന്നെ വേദന അറിയത്തില്ല, പിന്നെ അത് തഴമ്പ് ബാധിച്ചു. ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, കഠിനം ആക്കരുത്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ കഠിനമാകുന്നത്? ആദ്യം ആ കയറ് നമ്മളെ കാല് വേദനിപ്പിച്ച് പൊട്ടിക്കുമായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ആ കയർ അവിടെ ഇടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ശരീരം തഴമ്പ് ബാധിച്ചു, കഠിനമായി. പിന്നെ എത്ര വലിയ തെങ്ങ് കയറിയാലും എത്ര വലിയ കവുങ്ങ കയറിയാലും നിങ്ങളുടെ കാല് പൊട്ടത്തില്ല. കാരണം എന്താ? അവിടെ തഴമ്പ് ബാധിച്ചിരിക്കുന്നു, വേദന അറിയില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേദന നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമായാൽ പിന്നെ പാപം നമ്മെ വേദനിപ്പിക്കുകയില്ല. പിന്നെ പാപം നമ്മെ വേദനിപ്പിക്കുകയില്ല. ഇന്ന് അനവധി വിശ്വാസ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കും പാപം അവരെ വേദനിപ്പിക്കുന്നില്ല. കാരണം എന്താ? ഹൃദയം കഠിനമാക്കപ്പെട്ടു. ഹൃദയം കഠിനമാക്കപ്പെട്ടു. 4000 വർഷക്കാലത്തെ ചരിത്രമുള്ള ഇസ്രായേൽ ജനത്തെ നോക്കിയാണ് കർത്താവായ യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനമായ ഈ യഹൂദജാതി അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങൾ ചെവിയാലെ കേൾക്കും ഗ്രഹിക്കയില്ലതാനും, കണ്ണാലെ കാണും ദർശിക്കയില്ലതാനും. അവർ ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷെ അത് അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? എഫക്റ്റ് ചെയ്യുന്നില്ല, അത് സ്വാധീനം ചെലുത്തുന്നില്ല, അത് ഉള്ളിലേക്ക് കയറി പോകുന്നില്ല. പൊട്ടിപ്പോകത്തക്ക അടി ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു എന്നാണ് സദൃശ്യവാക്യം എഴുതിയിരിക്കുന്നത്. പൊട്ടിപ്പോകത്തക്ക അടി ഉദരത്തിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുന്ന തല്ല് എന്തുണ്ടാക്കുന്നു? ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. പ്രിയമുള്ളവരെ, വേദന, പാപത്തിന്റെ മുമ്പിൽ വേദനിക്കാത്ത ഹൃദയം വന്നാൽ നമ്മുടെ ഹൃദയം തടിച്ച അവസ്ഥയിലായി. പിന്നെ നിങ്ങൾക്കറിയാം, തഴമ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകും. പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ തെങ്ങ കയറത്തില്ല, കവുങ്ങ കയറത്തില്ല, ത്രായ്പ് ഇടാൻ പറ്റത്തില്ല. കാരണം അവന്റെ അത്രയും ഭാഗം തികച്ചു എന്ത് ചെയ്യും? പഴുത്തോ പൊട്ടിയോ അടർന്നോ പോയി പോകും. ഞാനിത് രണ്ടും കണ്ടിട്ടുണ്ട്, രണ്ടും അനുഭവിച്ചിട്ടുണ്ട്. വീഴുന്നവരെ എൻ്റെ കാലിന് നല്ല തഴമ്പുണ്ടായിരുന്നു. കാരണം തെങ്ങിലും കവുങ്ങിലും ഒക്കെ കയറുന്നത് കൊണ്ട് തഴമ്പുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുന്നുവോ? ഇത് അന്ത്യനാഴികയാ, സമയം അധികമില്ല, കാലങ്ങളേറെയില്ല. കാൽവരി നാഥൻ വാനിൽ വരുവാൻ കാലങ്ങളേറെയില്ല. നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുകയാണോ? നമ്മളെ പാപം വേദനിപ്പിക്കുന്നില്ലയോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്തവരെ എന്നാ തിരുവചനം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിച്ഛേദന ശരീരത്തിനല്ല ഏൽക്കേണ്ടത്, നമ്മൾ അകത്താണ് പരിച്ഛേദന ഏൽക്കേണ്ടത്. അകത്ത് പരിച്ഛേദന ഏറ്റെങ്കിൽ ഒരു ചെറിയ പാപത്തിന്റെ കരട് മതി, അത് നമ്മെ എന്ത് ചെയ്യും? വേദനിപ്പിക്കും. അത് നമ്മെ വേദനിപ്പിക്കും. അത് നമ്മൾ ഓരോരോ കണ്ണീരിൽ അകപ്പെടുത്തും. അത് നമ്മൾ നിലവിളിയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചെല്ലും. നമ്മൾ പൊട്ടി കരയും, നിലവിളിക്കും. എന്താണ് കരയും നോക്കുമ്പോ? സാധാരണക്കാർക്ക് വേദനയില്ലാത്ത സംഗതി ഒരു വിശ്വാസിക്ക് പരിച്ഛേദനയേറ്റവന് അവന് കൃത്യമായി വേദനിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കണ്ണിൽ ഒരു കരട് പോയതിനു ശേഷം നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ, ഇന്ന് പ്രാർത്ഥനക്കൊക്കെ പോയിട്ട് വന്നിട്ട് എടി നമുക്ക് വൈകുന്നേരം എടുക്കാം ഇങ്ങനെയാണോ പറയുന്നത്? അച്ഛാ ഒന്നിങ്ങ് നോക്കിയ ഈ കണ്ണിന്റെ കരടൊന്ന് എടുത്തേ. കാരണം കണ്ണ് തുറക്കണമെങ്കിൽ ഇത് എടുത്തേ പറ്റൂ. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും ശുദ്ധിയുള്ളതായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവനും പോയി. ഈ കണ്ണ് പോലെ നമ്മുടെ ശരീരം എന്തായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു?
നിർമ്മലമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കൊച്ചു കരട് അതിലേക്ക് വന്നാൽ നമുക്ക് താങ്ങുവാൻ കഴിയാത്ത ഒരവസ്ഥ വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, അവർ കണ്ണടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാ പ്രവാചകൻ അവരിൽ പറഞ്ഞ വാക്കിന് നിവൃത്തി വന്നു. നോക്കൂ, ആ ഇസ്രായേൽ ജനം ഈ സ്വന്തം രക്ഷകനെ ക്രൂശിക്കുന്ന ഒരു നിലയിലേക്ക് വന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, അവരുടെ ഹൃദയം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാലും ഇവറ്റകൾക്ക് എങ്ങനെയാ സ്വന്തം ദൈവത്തെ ക്രൂശിക്കാൻ, അല്ലെ സ്വന്തം ദൈവപുത്രനെ ക്രൂശിക്കാൻ തോന്നിയെന്ന് നിങ്ങൾ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അവരൊന്നുമല്ല, നമ്മളും ക്രൂശിക്കും. എങ്ങനെയാ? നമ്മളെ ഹൃദയം തടിച്ചു പോയാൽ, ഹൃദയം കഠിനപ്പെട്ടു പോയാൽ പിന്നെ പാപത്തിന്റെ മുമ്പിൽ അനുതാപമില്ല, പിന്നെ ദുഃഖമില്ല. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ. ചെവിയും കണ്ണൊക്കെ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങ് ചെല്ലണമെങ്കിൽ ആകം തടിച്ചിരിക്കുക, തഴമ്പ് ബാധിച്ചിരിക്കുക, ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. പല സ്ഥലത്തും ഈ വാക്യം എഴുതിയിരിക്കുക, ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. കഠിനപ്പെട്ട ഹൃദയത്തിന് ഒരിക്കലും അനുതാപം വരികയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വടി കൊണ്ട് ശിക്ഷിച്ചേക്കാം. എബ്രായ ലേഖനത്തിലേക്ക് വീണ്ടും വന്നാട്ടെ, 8-9 വാക്യം. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ബൈബിൾ പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കരുത് എന്നാ. ദൈവത്തെ പരീക്ഷിക്കരുതെന്ന ഒറ്റ കാര്യത്തിലെ പരീക്ഷിക്കാൻ വ്യവസ്ഥ വെച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് പിന്നെ പറയാം. പക്ഷേ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന യഹൂദന്മാർ, ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചു. ആ മരുഭൂമിയിൽ വെച്ച് നടന്നു വന്നപ്പോൾ അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ 40 വർഷം കണ്ടിട്ടും അവർ ദൈവത്തെ പരിശോധിക്കാൻ വേണ്ടി പോയി. അവരെ പരിശോധിക്കുകയല്ല. ഇതുകൊണ്ട് ആ തിരുവത്താഴ നാളിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ വിധിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മളെ തന്നെ നമ്മൾ വിധിക്കണം. മറ്റൊരാളെ വിധിക്കാൻ നമുക്ക് എളുപ്പമാ, പക്ഷെ നമ്മളെ തന്നെ വിധിക്കണം. നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. മറ്റാരും നമ്മുടെ ഉള്ളത്തെ കാണുന്നില്ല. നമ്മുടെ ഉള്ളത്തെ നാമും ദൈവവും മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ വിധിക്കാമെങ്കിൽ നമ്മൾ ന്യായവിധി നാളിൽ വിധിക്കപ്പെടുകയില്ല. കാരണം ഇന്ന് വിധിക്കാതെ ഇന്ന് മറച്ചു വെച്ചു കഴിഞ്ഞാൽ അന്ന് വിധിക്കപ്പെടും. വിധിയുടെ നാളിൽ പിന്നെ മോചനമില്ല, വിടുതലില്ല. ഇന്ന് ഇവിടെ വെച്ച് തന്നെ മോചനം പ്രാപിക്കണം. ഇവിടെ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായി മാറണം. ദൈവത്തിന്റെ ആലയത്തിന്റെ കല്ലുകളായി മാറേണ്ട നമ്മൾ ഈ മടയിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായി മാറണം. അവിടെ ചുറ്റികയുടെയും മഴുവിന്റെ ഒന്നും ശബ്ദം കേൾക്കുകയില്ല. കാരണം ഇവിടെ വെച്ച് ക്രമപ്പെടുത്തിയ, രാജകീയ അളവ് പ്രകാരം ക്രമപ്പെടുത്തിയ കല്ലാണെങ്കിൽ ഈ ആലയത്തിന്റെ ഭാഗമായി, ഈ സ്വർഗീയ ആലയത്തിന്റെ ഭാഗമായി നമ്മൾ മാറൂ. നാം ജീവക്കല്ലുകളാണ്. അവൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അതിൻ്റെ മേലെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ചേർത്ത് നമ്മെ അതിൻ്റെ മീതെ ചേർത്ത് പണിയുന്നു. വന്നാട്ടെ വിഷയത്തിലേക്ക്, 10 വാക്യം. അതുകൊണ്ട് എനിക്ക്, എബ്രായർ 3:10, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. കണ്ടോ, 4000 വർഷക്കാലത്തെ പഴക്കമുള്ള ഒരു ജനതയോട്, ദൈവത്തിന്റെ ജനമെന്ന് അഭിമാനിച്ച ഒരു ജനതയോട് ദൈവം പറയുകയാണ്, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ. തഴമ്പ് ബാധിച്ച പ്രതലത്തിൽ ഒരിക്കലും വേദന അനുഭവപ്പെടുകയില്ല. എത്ര തന്നെ വേദനിപ്പിച്ചാലും വേദനിക്കയില്ല. പണ്ട് കാലത്ത് കാളവണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാളയുടെ മുതുകത്തെ തഴമ്പ്. വലിയ നുകം കയറ്റി വെക്കുന്നതിന്റെ ഫലമായി കാളയുടെ മുതുകത്തെ തഴമ്പ് എത്ര വലുതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ തഴമ്പ് ഉള്ളതിന്റെ പേരിൽ കാളയുടെ മുതുകത്ത് ഇത്രയും വലിയ നുകം വെച്ചാലും വേദനിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവർ എപ്പോഴും, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം. 4000 കൊല്ലം ദൈവത്തിന്റെ ജനമെന്ന് പേര് പ്രാപിച്ച ജനത്തോട് ദൈവം പറയുകയാണ്, എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. നമ്മളോട് ദൈവത്തിന് രസമാണോ?
നീരസമാണോ? ചിന്തിച്ചു കൊള്ളുക. ദൈവത്തിന് എന്നോട് രസമാണോ നീരസമാണോ? രസത്തിൻ്റെ ഓപ്പോസിറ്റാ നീരസം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അവസ്ഥയാണോ ഇഷ്ടമുള്ള അവസ്ഥയിലാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദൈവ പൈതലിനെ ലോകം എന്തു വേണമെങ്കിൽ പറയട്ടെ, ലോകം എന്തു വേണം ചെയ്യട്ടെ, ലോകം ഹിറ്റ് ലിസ്റ്റിൽ പേര് രേഖപ്പെടുത്തട്ടെ, ലോകം പഴിക്കട്ടെ, ലോകം ദുഷിക്കട്ടെ, ലോകം കുറ്റപ്പെടുത്തട്ടെ, പക്ഷേ ദൈവം നോക്കിയിട്ട് എന്തു പറയും? ദൈവം നമ്മെ നോക്കിയിട്ട് എന്തു പറയും? വെളിപാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്നെ ഭയപ്പെടുന്ന വാക്യം. ആ വാക്യം ഇതാണ്: നീ ഉഷ്ണവാനുമല്ല, നീ ധനവാൻ, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. അന്ത്യകാല സഭ പറയുന്ന ഒരു വാക്യതാണ്, ഞാൻ ഭാഗ്യവാനാണ്. പക്ഷെ ദൈവം പറയുക, നീ നിർഭാഗ്യവാനാണ്. അന്ത്യകാല സഭ പറയാണ്, ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. ഞാൻ 30 കൊല്ലമായി രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ ഇന്നേ പേര് കേട്ട സഭയിലെ അംഗമാ. പക്ഷേ അത് നമ്മുടെ ഭാഷയിലാ. ദൈവം പറയാ, നീ നിർഭാഗ്യവാനാ. എന്താ നിർഭാഗ്യവാൻ? ഭാഗ്യം മുമ്പിലെത്തിയിട്ട് അനുഭവിക്കാൻ കഴിയാത്തവനാ നിർഭാഗ്യവാൻ. ഭാഗ്യമില്ലാത്തവൻ, ഭാഗ്യം ഇല്ലാത്തവൻ. ആരോ പറഞ്ഞു കേട്ടില്ല, കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് പോയെന്ന്. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് അത് നഷ്ടപ്പെട്ടെന്ന്. എന്ന് വെച്ചാൽ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ എവിടെ എത്തിയതാ, ചുണ്ടിൻ്റെയും കപ്പിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ, പക്ഷെ അത് പോയി എന്ന് പറഞ്ഞതുപോലെ നിർഭാഗ്യം, ഭാഗ്യം കെട്ട അവസ്ഥ. എന്താ ഭാഗ്യം കെട്ട അവസ്ഥ? ദൈവം നോക്കിയിട്ട് പറയാൻ, മോനെ നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്, നഗ്നനാണ്. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ധനവാനും സമ്പന്നന 30 കൊല്ലമായി രക്ഷിക്കപ്പെട്ടിട്ട് എന്ന അഭിമാനത്തോടെ പറയുന്നവരാ. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് തൊട്ടു താഴെ അവിടെ വെളിപ്പാടിൽ പറയുകയാണ്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപം. ശരിക്കും പറഞ്ഞാൽ എത്ര അപകടകരമാണെന്നറിയോ? അന്ത്യകാല സഭയുടെ ദൃശ്യം അപകടകരമായത്. ഞാനിപ്പം പത്തനംതിട്ട ജില്ലയിൽ പല പ്രാവശ്യം 2 മാസം കൂടുമ്പോൾ 10 ദിവസമോ 15 ദിവസമൊക്കെ പോകുന്നു. പല സഭയിലും ഞാൻ അവിടെ സംസാരിക്കുന്നു. ജനത്തിൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ വരുന്നു പോകുന്നു, കത്തോലിക്ക പള്ളി പോകുന്ന പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഒരു സങ്കീർത്തനം വായിക്കുന്നു, ഒരു 2 വാക്ക് പറഞ്ഞ് സാക്ഷ്യം പറയുന്നു, സ്തോത്ര കാഴ്ച എടുക്കുന്നു, 2 പാട്ട് പാടുന്നു, പിന്നെ ആരെങ്കിലും ഒരാൾ അന്യഭാഷ തുടങ്ങി അന്യഭാഷ തുടരുന്നു, തമ്പേറ് മുട്ടുമ്പോൾ അന്യഭാഷ നിൽക്കുന്നു. എന്ത് ചെയ്ത് വീട്ടിൽ പോകുന്നു. അവസാനം ഒരു പ്രാർത്ഥന എന്തിനാണ്? UK-യിലുള്ള ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമേരിക്കയിലുള്ള ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഡാളസിലുള്ള ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാലിഫോർണിയയിലുള്ള ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ന്യൂയോർക്കിലുള്ള ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? അവരൊക്കെ ദശാംശം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതാ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാത്തിൻ്റെ തല ഇപ്പം അമേരിക്കയായി മാറിയിരിക്കുക. നിങ്ങൾക്കറിയോ, മാനസാന്തരമില്ല. ഞാൻ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിച്ചത് വീട്ടിനിടുന്ന 1 കിലോമീറ്റർ അകലത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഇപ്പം അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പോയി അവിടെ. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ നോക്കി നിൽക്കും കുറേ നേരം സാധു കൊച്ചുകുഞ്ഞുയുടെ ആ സ്മാരക സ്ഥലം ഞാൻ നോക്കി നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ 100 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ തൻ്റെ ജീവിതാനുഭവങ്ങൾ വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, ഒരു സത്യ ക്രിസ്ത്യാനി എങ്ങനെയാണെന്ന് കാണാം. പക്ഷെ ഇന്ന് 4ാം തലമുറയും കഴിഞ്ഞ് 5ാം തലമുറയിലേക്ക് വന്നിരിക്കുക. ഇപ്പൊ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ 5ാം തലമുറയിൽപ്പെട്ട കൊച്ചുമോന ഞാൻ അവിടെ കണ്ടത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരവിപ്പെന്ന് പറഞ്ഞാൽ 1ാം തരം തഴമ്പ് ബാധിച്ച ക്രിസ്ത്യാനികളെ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാ. തെക്ക് ഭാഗത്ത് നിങ്ങൾക്കറിയാമോ, അത്രമാത്രം മരവിപ്പിലാണ് ക്രിസ്തീയ വിശ്വാസം പോകുന്നത്. ദൈവം തമ്പുരാൻ ഏതുമില്ലാത്ത ഞങ്ങളെ അവിടെ കൊണ്ട് നടാൻ ഉദ്ദേശിച്ചതിനും ചില ഉദ്ദേശങ്ങളും പദ്ധതികളുണ്ട്. മടങ്ങി വരവിന്റെ കാലമാണിത്. ഇത് മടങ്ങി വരേണ്ട കാലമാണ്. നീ വെൽപക്ഷിയും കുരികിലുകളും തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി വരുന്നില്ലയോ? എന്റെ ജനമും എത്ര കാലമായി എന്നെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ദേശാടന പക്ഷികളെ നോക്കിയാൽ കാണാം. ദേശാടന പക്ഷികൾ ആഫ്രിക്കയിൽ നിന്ന് തണുപ്പ് വരുമ്പോൾ, അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരും. ഇവിടുന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി 6 മാസം 1 കൊല്ലമൊക്കെ പാർത്ത് അടുത്ത സീസൺ വരുമ്പോഴോ അവരെല്ലാവരും പടങ്ങിപ്പോകും. ഒരൊറ്റ പക്ഷി ഇവിടെ നിൽക്കത്തില്ല. കാരണം എന്താ? സൈബീരിയൻ കൊക്കൊക്കെ അങ്ങനെ തന്നെ മടങ്ങിപ്പോകും. ദൈവം പറയുകയാണ്, നീ പക്ഷിയും കുരികലുകളും തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി വരുന്നു, എന്റെ ജനമോ മടങ്ങി വരുന്നില്ല. കാരണം ഹൃദയം തടിച്ചിരിക്കുന്നു. ദൈവജനത്തിന്റെ ഹൃദയം തടിപ്പിച്ചത് എന്താണെന്നും കൂടെ മനസ്സിലാകും. പറയാ, അടുത്ത വാക്യം വായിച്ചിട്ട് 11ാം വാക്യം, അവർ എന്റെ സ്വസ്ഥതയിൽ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു.
കണ്ടോ ആ ജനത്തിന്റെ പ്രത്യേകത? എന്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ പറഞ്ഞു, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ടു. കണ്ടോ നിങ്ങൾ? ആരോടാ പറഞ്ഞേ? ഹിന്ദുക്കളോടല്ല പറഞ്ഞത്, മുസൽമാനോടല്ല പറഞ്ഞത്, സിഖുകാരനോടോ ജൈനനോടോ ബൗദ്ധനോടോ പാഴ്സിയോടോ അല്ല പറഞ്ഞത്. യഹൂദ ജനത്തോടാണ് പറഞ്ഞത്, ഇസ്രായേൽ ജനത്തോടാണ് പറഞ്ഞത്, അബ്രഹാമിന്റെ സന്തതിയോടാ പറഞ്ഞത്. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. പ്രിയ ദൈവമക്കളെ, നമുക്ക് യഥാർത്ഥമായി ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചേ മതിയാവൂ. ഈ സ്വസ്ഥത ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇതിനൊന്നും ഞാൻ വലിയ വിലയും കൽപ്പിക്കുന്നില്ല. ഒരു കാറ് കിട്ടിയാലോ, വീട് കിട്ടിയാലോ, പെണ്ണ് കിട്ടിയാലോ, പിടക്കോഴി കിട്ടിയാലോ അതൊന്നും വലിയ കാര്യമല്ല. മറിച്ച് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ. അവർ എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ 11 വാക്യം കിട്ടിയവർ വേഗം വായിച്ചാട്ടെ. കണ്ടോ? ദൈവം പറയുകയാണ്, അവർ എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആരോടാ ദൈവം കോപിച്ചത്? ദൈവജനത്തോട്, അബ്രഹാമിന്റെ സന്തതിയോട്, അക്ഷരികമായ അബ്രഹാമിന്റെ മക്കളോട്, ഇസ്രായേൽ ജനത്തോട്, യഹൂദ ജാതിയോട് ദൈവം പറയുകയാണ്, എൻ്റെ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കയില്ല എന്ന് തൻ്റെ ക്രോധത്തിൽ ദൈവം ഈ സംഗതി ഉൽപ്പത്തി മുതൽ അപ്പോസ്തലൻ തെളിയിക്കുകയാ. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ശബത്ത് നാളിനെ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യന് നടക്കുകയാ. ഒരാൾ പറയും ശനിയാഴ്ചയാണ് ശബത്ത്, യഹൂദന്റെ ശബത്ത് ശനിയാഴ്ചയാണ്. മറ്റൊരാൾ പറയും ഞായറാഴ്ചയാണ് ശബത്ത്. നമ്മളാരും ഞായറാഴ്ച ശബത്തായതുകൊണ്ടല്ല കൂടി വരുന്നത്. ഒഴിവ് ദിവസമാണ്. പിതാക്കന്മാർ 1-ാം ദിവസം നമ്മൾ കൂടി വന്നു, ഉയർപ്പിന്റെ ദിവസം. അന്ന് മുതൽ നമ്മൾ കൂടി വരുന്നു. എന്നാൽ ഇതൊന്നും അല്ല സ്വസ്ഥത. ഈ കൂടിവരവൊന്നും അല്ല സ്വസ്ഥത. സ്വസ്ഥത എന്നുള്ളത് കൂട്ടായ്മയാണ്. ആരുമായിട്ടുള്ള കൂട്ടായ്മ? യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമുക്ക് ആരോടാ കൂട്ടായ്മ വേണ്ട? ഈ കൂട്ടായ്മ വേണം. ഈ കൂട്ടായ്മ വേണ്ട എന്നല്ല, കൂട്ടായ്മ ഉപേക്ഷയായി വിചാരിക്കരുത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും 24 മണിക്കൂറും വേണം ആ കൂട്ടായ്മ. ഇത് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ വരുള്ളൂ. ഈ കൂട്ടായ്മ തിരക്കിന്റെ ലോകത്തിനിടെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ വരത്തുള്ളൂ ഈ കൂടിവരവുകളൊക്കെ. എന്നാൽ ഈ കൂട്ടായ്മയല്ല പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട്, ജീവബന്ധമുണ്ട്. ആ ഫെലോഷിപ്പാണ് യഥാർത്ഥ കൂട്ടായ്മ. ആ കൂട്ടായ്മ എന്ന് 38 വർഷം മുമ്പേ എൻ്റെ ജീവിതത്തിൽ ആ കൂട്ടായ്മ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും സന്തോഷവാനാ. കഷ്ടതയും പ്രയാസവും ഇഷ്ടം പോലെ വരാറുണ്ട്. വേദനകളും ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ 4 ഭാഗവും പൊട്ടിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. ശരീരം പല പ്രതിസന്ധിയിൽ അകപ്പെടാറുണ്ട്. ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ഞാൻ കഴിഞ്ഞ മാസം പത്തനംതിട്ടയിൽ നിന്ന് രാത്രി 12 മണിക്ക് യാത്ര തുടരുമ്പോൾ വീൽ ചെയർന്ന് കാല് താഴെ പോയ കണ്ടില്ല. റാമ്പ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ പുറകിൽ നിന്ന് അവിടെയുള്ള മോൻ സിജോമോൻ പറഞ്ഞു, അങ്ങളെ കാലെന്ന് പറയുമ്പോഴേക്കും ഞാൻ താഴെ എത്തി. അപ്പോഴേക്കും നോക്കിയപ്പോൾ കാല് താഴെ ഇങ്ങനെയാണ് പോരുന്നത്. ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ അരിഞ്ഞിങ്ങ് വന്നപ്പോഴേക്കുണ്ടല്ലോ 2 വിരലിൻ്റെ പുറത്തെ ഉച്ചി അപ്പാടങ്ങ് പോയി. അപ്പാടെ ബ്ലഡ് വരാൻ തുടങ്ങി. ഭാര്യ എന്തൊക്കെയോ വെച്ച് പൊതിഞ്ഞു കെട്ടി. എന്നിട്ടാണ് 400 കിലോമീറ്റർ യാത്ര. ഇതോടെ വന്നപ്പോഴത്തേന് ഒരു പരുവത്തിലായി. 2 ആഴ്ച കാലിങ്ങനെ പൊക്കി വെച്ചിട്ടാ കിടന്ന്. ഈ കഷ്ടതയൊക്കെ വരുമ്പോൾ എനിക്ക് യാതൊരു പരാതിയും പിറുപിറുപ്പും ഇല്ല. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്നില്ല. എൻ്റെ ശരീരം ബലഹീനമാണ്, ഡെഡാണ്, ശവമാണ് പകുതി. വേദന അറിയില്ല. നിങ്ങൾ കണ്ടോ? വേദന അറിയാത്ത ശരീരത്തെ പൊട്ടിയപ്പോൾ കണ്ണുകൊണ്ട് നോക്കുമ്പോഴേ കാണുന്നുള്ളൂ, വേദന അറിയില്ല. ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്ന അനുഭവം എത്ര നല്ലതാകുന്നറിയോ? ജീവനുണ്ട് എന്നതിൻ്റെ തെളിവാ. ജീവനുണ്ട് എന്നതിൻ്റെ തെളിവാ. ഇവിടെ പറയുന്ന ലാസ്റ്റ് വാക്യം നോക്കിയാട്ടെ. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ അധ്യായത്തിൽ എത്ര പ്രാവശ്യമാണ് ഈ സ്വസ്ഥത എന്ന വാക്ക് അരുളി ചെയ്തിരിക്കുന്ന അറിയാമോ? നമ്മുടെ സമയം വളരെ കുറവാ, തീരാൻ പോകുകയാണ്. ഓടിച്ചു വായിച്ചാട്ടെ. 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ,
ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്നത് എങ്ങനെയാണ്? ഹൃദയം കഠിനമാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് നമ്മളോട് നീരസം പ്രകടിപ്പിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. കണ്ടുവോ? അവിശ്വാസമാണ് മനുഷ്യനെ ഹൃദയകാഠിന്യത്തിലേക്കും മനുഷ്യന്റെ ഹൃദയം തഴമ്പ് ബാധിക്കുന്ന അവസ്ഥയിലേക്കും തടിച്ച അവസ്ഥയിലേക്കും പോകുന്നത്. ഓടിച്ചു വായിച്ചാട്ടെ താഴോട്ട് അതിന്റെ 18-ാമത്തെ വാക്യം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. കണ്ടോ? രണ്ടാമത്തെ പ്രാവശ്യം പറയുകയാണ്, എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത് ആർക്കാണ്? അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അവിശ്വാസമാണ് പ്രിയമുള്ളവരെ. ആദാം ഒരവിശ്വാസത്തിൽ നിന്നാണ് അനുസരണക്കേടിലേക്ക് പോയത്. ദൈവകൽപ്പന ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കുമായിരുന്നു. പിശാചിനെ വിശ്വസിച്ചപ്പോൾ ദൈവം പറഞ്ഞത് അനുസരണക്കേടായി കാണിച്ചു. ഏതൊരു അനുസരണക്കേടും ആരംഭിക്കുന്നത് അവിശ്വാസത്തിൽ നിന്നാ. അതുകൊണ്ട് അവിശ്വാസമുള്ള ഹൃദയത്തെ ദുഷ്ടഹൃദയം എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. നമ്മൾ വിചാരിക്കുന്ന കള്ളുകൂടിയും വീടുവലിയും കുരുത്തക്കെടും തോന്നിവാസവും തമ്മിൽ തല്ലും ബഹളമൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു പാപവും നമ്മുടെ ഇല്ല. വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തതൊക്കെയും എന്താണ്? പാപമാണ്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഈ വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഉൽപ്പത്തി തുടങ്ങിയതാണ് ഈ സ്വസ്ഥത. 6-ാം നാൾ കഴിഞ്ഞ് 7-ാം ദിവസം ദൈവം സ്വസ്ഥനായപ്പോൾ അന്ന് മുതൽ മാനവകുലത്തെ ദൈവം വിളിക്കുകയാ, എന്റെ കൂട്ടായ്മയിലേക്ക്, എന്റെ ഫെലോഷിപ്പിലേക്ക്, എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ. പക്ഷേ മനുഷ്യജാതി മറുതലിച്ചുകൊണ്ടേയിരുന്നു. സങ്കീർത്തനത്തിൽ വെച്ച് 95-ൽ വീണ്ടും ദൈവം അരുളി ചെയ്തു, എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കൊടുത്തു. പക്ഷെ പ്രവേശിച്ചില്ല. എബ്രായ ലേഖനത്തെ പുതിയ നിയമത്തെ വീണ്ടും അരുളി ചെയ്തു, എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. പക്ഷെ മനുഷ്യജാതി ഇന്നും അവർക്ക് വേണ്ടത് കാറ് വേണം, വീട് വേണം, മറ്റുള്ളത് വേണം, അത് വേണം, ഇത് വേണം, ജോലി വേണം, വിദേശം വേണം, പണം വേണം, സമ്പത്ത് വേണം, സമൃദ്ധി വേണം. പക്ഷെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാന്നുള്ളതിന് വലിയ കാര്യമൊന്നും ആരും കാണാത്തൊരു കാലത്തിലാണ് നാം വന്നിട്ട്. ഒരവസരം ശേഷിച്ചിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, പ്രവേശിപ്പാനുള്ള ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട്. കണ്ടോ? ഈ വചനം ഇങ്ങനെ കേൾക്കുന്നു ധാരാളമായി. പക്ഷെ കേട്ട വചനം വിശ്വാസമായിട്ട് എന്ത് ചെയ്യണം? പരിണമിക്കണം. കപ്പയും ചോറും മീനും ഇറച്ചിയൊക്കെ തിന്നു കഴിഞ്ഞാല് ഇതകത്ത് പോയിട്ട് ചോരയാവണം. ഇതകത്ത് പോയി ജീവനാകണം, ജീവന്റെ ഭാഗമാകണം. ആയെങ്കിൽ മാത്രമേ തിന്നതും കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ അപ്പാടെ ഛർദ്ദിച്ചിങ്ങ് പോരും. പട്ടി ഛർദ്ദിക്കുന്ന പോലെ ഛർദ്ദിക്കും, പോരത്തില്ലേ? അത് അകത്തിയെന്ന് പരിണമിക്കണം. ഇതുപോലെ ഈ കേൾക്കുന്ന വചനം ആത്മാവിൽ ചെന്ന് പരിണമിക്കണം. അങ്ങനെ പരിണമിച്ചാൽ എന്തുണ്ടാകും? വിശ്വാസം ഉണ്ടാകും. കേൾക്കുന്ന വചനം അകത്ത് ചെന്ന് പരിണമിച്ചാലേ അത് വിശ്വാസമായി തീരുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഭൗതിക പ്രക്രിയ പോലെ തന്നെ ആത്മീയ പ്രക്രിയ, നാം കേൾക്കുന്ന വചനം, വായിക്കുന്ന വചനം, പാടുന്ന വചനം, സ്തുതിക്കുന്ന വചനം എല്ലാം ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസം ഉളവാക്കി തീർക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, തളർന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് 20 തളർന്നവരും ശേഷിക്കുന്നവരുടെയൊക്കെ എല്ലാം കൂടെ 10-30 പേരായി. ഈ 30 പേരെ തളർന്ന് ഞാൻ പോറ്റണം. എങ്ങനെ പറ്റും? 10 പൈസയ്ക്ക് എനിക്ക് മാർഗമില്ല. 8 മാസമായൊരു വികലാംഗ പെൻഷനുള്ളത് സ്ഥിരതയില്ലാത്ത സർക്കാർ തരുന്നുമില്ല. തരാൻ വലിയ ബാധ്യതയില്ലെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് പുള്ളിക്കാരൻ പോയിരിക്കുക. അതുകൊണ്ട് തരാൻ ബാധ്യതയുമില്ല, വരുമാനമൊന്നുമില്ല. കൃഷി ഉണ്ടായിരുന്നൊരു 3.5 ഏക്കർ സ്ഥലത്ത് പന്നി വന്ന് എല്ലാം കളഞ്ഞോടുകൂടെ കഴിഞ്ഞ കൊല്ലം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. പിന്നെ എങ്ങനെ പോറ്റും?
ഞാൻ നിങ്ങളോട് പറയട്ടെ, 10 രൂപ കടമില്ല. നിങ്ങളാരും വിചാരിക്കണ്ട നിങ്ങൾ ഇന്ന് വല്ലവരും എന്തെങ്കിലും തരണ്ടിയിട്ട് പറയുകയാണെന്ന്. അങ്ങനെ വിചാരിക്കരുത്. യഥാർത്ഥ 10 രൂപ കടമില്ലാതെ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ നടത്തി. ഇപ്പം നിങ്ങൾക്കറിയോ 1.25 ലക്ഷം രൂപ കൂത്തുപറമ്പിലെ കാര്യത്തിന് വേണം. 60,000 രൂപ ഏറ്റവും കുറഞ്ഞത് പത്തനംതിട്ടയും വേണം. അപ്പോൾ എത്രയായി? 2 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. 10 രൂപയ്ക്ക് വരുമാനമില്ല, മാർഗമില്ല. പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല, ഞങ്ങൾക്ക് മെഡിസിൻ മുട്ടിപ്പോയിട്ടില്ല, ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല, ആനുകൂല്യം കൊടുക്കാതിരുന്നിട്ടില്ല. സ്വർഗത്തിലെ ദൈവം ഓരോ ദിവസവും നടത്തുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. എങ്ങനെ? വിശ്വാസത്താൽ. എൻ്റെ ദൈവമക്കളെ, പാട്ടും പാടിയുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ സാഹചര്യം നോക്കിയിട്ടല്ല, സമ്പത്ത് നോക്കിയിട്ടല്ല, സ്ഥിരതയില്ലാത്ത ഗവൺമെന്റ് ജോലി നോക്കിയിട്ടല്ല. ഇപ്പം പെൻഷനെ കിട്ടാതാണുള്ളൂ, ഇനി സർക്കാരിന് ശമ്പളവും കിട്ടത്തില്ല. അപ്പോഴറിയാം സർക്കാർ ജീവനക്കാരൻ്റെ പരിപാടി. കപ്പ് കളിക്കാൻ പോകേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ അതിനില്ല, പന്നിയെല്ലാം കളഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ഈ സത്യവചനം വിശ്വസിക്കുന്ന കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായികയാൽ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ. ആരാ പ്രവേശിക്കുന്നത്? എവിടെ പ്രവേശിക്കുന്നത്? സ്വസ്ഥതയിൽ. എന്ത് സാഹചര്യം വരട്ടെ, സാഹചര്യം എത്ര തന്നെ ആവട്ടെ, ഭൂമി കുലുങ്ങി ഇതെല്ലാം കൂടെ ഒന്നിച്ചെങ്ങി വീട്ട് അടിച്ചില് പോലെ നമ്മൾ ഇതിന്റെ അടിയിലാവട്ടെ, അവിടെ കിടന്ന് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ കടപ്പെട്ടവരാണ് നാം. മെനഞ്ഞവനോട് കളിമണ്ണിന് വമ്പ് പറയുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് നീ സൃഷ്ടിക്കുന്നുവെന്നോ? 50 വാഴ ഞാൻ വെച്ചാൽ 4 കൂമ്പടച്ചു പോയാൽ അതിനെ വെട്ടിക്കളയാൻ എനിക്ക് ഒരുത്തന്റെ ഷീട്ടും വേണ്ട. കാരണം എന്താ? ഞാൻ ഒരു കൃഷിക്കാരനാ. അങ്ങനെയെങ്കിൽ യജമാനൻ, ഉടമസ്ഥൻ, കർത്താവ്, കൃഷിക്കാരൻ എല്ലാമായ സർവശക്തനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോട് ആദരവ് തോന്നണോ തോന്നണ്ടയോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം അവിടത്തേക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ സ്വസ്ഥത ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നതല്ല, വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നതല്ല. നേപ്പാളിൽ ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നത്. യഹൂദന്മാർ ഇപ്പോഴും അവരുടെ പഴയ ശബത്തായ ശനിയാഴ്ചയാണ് 7-ാം ദിവസം പ്രാർത്ഥിക്കുന്നത്. ലോകത്തിലൊരു ഒഴിവ് ദിവസം ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് ഗൾഫ് നാടുകൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശബത്ത് ദിവസത്തിനല്ല, ശബത്ത് നമ്മുടെ ജീവിതത്തിലാണ്. മനുഷ്യപുത്രൻ ശബത്തിനും, അവിടുന്ന് ശബത്തിനും കർത്താവാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്വസ്ഥതയിലേക്ക്, അവന്റെ കരവലയത്തിലേക്ക്, അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴുവാൻ തക്കവണ്ണം വിശ്വസിച്ച് ഓടി വരുന്ന അഭയാർത്ഥികളായി വരുന്നവർക്ക് വേണ്ടി ആ സ്വസ്ഥത. നമ്മുടെ കണ്ണുനീരെപ്പോഴാ തോരുന്നത്? വെളിപാട് പുസ്തകം പറയുകയാണ്, അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും. ഈ ഭൂമിയിൽ നമുക്ക് കണ്ണുനീരുണ്ട് പ്രിയമുള്ളവരെ, പക്ഷെ അത് തുടച്ച് കളയുന്ന ഒരു ദിവസമുണ്ട്. നമുക്കെല്ലാം അവിടെ എത്തുമ്പോൾ ആ കാൽക്കൽ വീണ് കരയാൻ ഒരുപാട് കാര്യമുണ്ടാവും. അവരെന്നെ തല്ലി കർത്താവേ, അവരെന്നെ വല്ലാതെ കണ്ട് പീഡിപ്പിച്ചു, അവരെന്നെ പറ്റിച്ചു, അവരെന്നെ വഞ്ചിച്ചു, അവരെന്നെ ചതിച്ചു, അവർ വാങ്ങിയിട്ട് തിരിച്ചു തന്നില്ല, അവരെന്നെ വാക്കു പറഞ്ഞ് ചതിച്ചു. ഇങ്ങനെ 100,000 അവലാതി പറയാനുണ്ടാവും. പൊട്ടിക്കരയുന്ന കർത്താവ് നമ്മെ പിടിച്ചുയർത്തി 2 കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞിട്ട് പറയും, ഇനി കരച്ചൽ ഉണ്ടാകയില്ല, ഇനി കണ്ണുനീറും മുറവിളിയും ഉണ്ടായിരിക്കില്ല. പ്രിയമുള്ളവരെ, ഇവിടെയല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ സ്ഥാനം. യഥാർത്ഥ സ്ഥാനം അപ്പുറമാണ്, നിത്യതയിലാണ്, ക്രിസ്തുവിനോട് കൂടെ ചേർന്നാണ്. അടുത്തൊരു വാക്യം കൂടി നോക്കിയാട്ടെ. അവർ തീർന്നുപോയി, ലോകസ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ അരുളി ചെയ്തു എന്ന് അരുളി ചെയ്തിട്ട് സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 5-ാമത്തെ സ്വസ്ഥത. 6-ാമത്തെ സ്വസ്ഥത 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല. 5-ാം വാക്യം. അടുത്തത് 6-ാമത്തെ കാര്യം, സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ക്ഷണിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞ പോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ദാവീദ് മുഖാന്തരം. അടുത്ത 7-ാമത്തെ സ്വസ്ഥത വരുത്തി. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേൽ കൽപ്പിക്കയില്ലായിരുന്നു. 9-ാം വാക്യം. ആകയാൽ അവന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കണ്ടോ,
ദൈവജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത ഏത് മനുഷ്യനും, ഈ ലോകത്തിൽ ഏതെല്ലാം അവസ്ഥയിൽ കടന്നു പോകുന്ന മനുഷ്യനും സ്വസ്ഥത അനുഭവിക്കാൻ ക്രിസ്തു ഒരു മാർഗം തുറന്നു വെച്ചിരിക്കുന്നു. അവന്റെ മാർവിടത്തിലേക്ക് ഓടി വരിക. നമ്മുടെ ലംഘനങ്ങളും കുറവുകളും വീഴ്ചകളും പരാജയങ്ങളും അപ്പോൾ ഏറ്റുപറഞ്ഞ് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ഒരു ശേഷിപ്പിച്ചിരിക്കുന്നു, ലാസ്റ്റ് വാക്യം 9. ആകയാൽ ദൈവത്തിന്റെ ജനത്തിൽ ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കണ്ടോ നിങ്ങൾ, ശബത്ത് ദിവസമല്ല, ശബത്ത് അനുഭവം. എന്താണ്? അതുകൊണ്ട് ശബത്തും പറഞ്ഞ് തർക്കിക്കാതെ, ഞാനൊരു ശബത്തുകാരൻ മുഖാന്തരം ആ ഭാഗം ചിന്തിക്കാൻ ഇടയായതുകൊണ്ടാണ് യഥാർത്ഥ ശബത്ത് എന്താണെന്ന് കണ്ടെത്താൻ ഇട വന്നത്. ഞാൻ നിങ്ങളോട് പറയാം, 3.5 കൊല്ലം ഒരു ശബത്തുകാരനാണ് എൻ്റെ അടുക്കൽ വന്ന ബേബിച്ചേട്ടൻ. അദ്ദേഹം 10 കൽപ്പന പ്രമാണിക്കാനാണ് പറയുക. 10 കൽപ്പന പ്രകാരം നമ്മളെല്ലാവരും 100 വട്ടം കല്ലെറിഞ്ഞു കൊല്ലേണ്ടവരാ, നമ്മളെല്ലാവരും മരിച്ചവരാ. നമുക്കൊരിക്കലും ഇത് പ്രമാണിക്കാൻ കഴിവില്ല. എന്നാൽ ഇവിടെ ഇതാ അവസാനം പറയുകയാണ്, ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും അത്രേ. നിരന്തരമാവണ്ണം യേശു ക്രിസ്തുവും പിതാവുമായുള്ള കൂട്ടായ്മയുണ്ടെങ്കിൽ നിശ്ചയമായ അവസാന വാക്ക്, ദൈവം തന്റെ പ്രവൃത്തികൾ നിന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികൾ നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ നിർത്തുന്നു. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഇന്ന് ലോകത്തിൽ ആരും വിചാരിക്കുന്ന പോലെ, നിങ്ങൾ അപ്പോസ്തലന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കൂ. വീടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, സ്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സാധു മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ സഹോദരനുമായി എൻ്റെ സ്വത്ത് തരുന്നില്ല, അവൻ പിടിച്ചു വെച്ചിരിക്കുക, അതൊന്ന് ഭാഗം ചെയ്യാനൊന്ന് പറയണേ. കർത്താവ് ചോദിച്ചത്, മനുഷ്യ, നീ എന്നെ നിങ്ങൾക്ക് പങ്കിടുന്നവന് ന്യായകർത്താവ് ആക്കിയത് ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട പണിയാണത്. അത് ചെയ്യാനല്ല യേശു വന്നത്. എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് താൻ സ്വരൂപിക്കുന്നതിന്റെ ഗതി ഇങ്ങനെയാകുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ആ ലാസറിനെ പോലെ, ആ ഭിക്ഷാടകനായ ധനവാന്റെ വീട്ടിന്റെ പടിക്കെട്ടിൽ അല്ല, എന്താ പറയാ, അവിടെ കയറി നിന്ന ആ മനുഷ്യൻ മരിച്ചിട്ട് നേരെ പോയത് അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാ. ഒരിക്കലൊരു ഷർട്ട് നല്ലത് ദൈവം കൊടുത്തില്ല, ഒരിക്കലെങ്കിലും ഒരു നല്ല ഭക്ഷണം ദൈവം കൊടുത്തില്ല, ഒരിക്കലെങ്കിലും മാന്യമായ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ദൈവം അനുവദിച്ചില്ല, ഒരിക്കലെങ്കിലും ഒരു വീട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിച്ചില്ല. ഈ പടിപ്പുരയിൽ നായ്ക്കൾ വന്നവന്റെ വ്രണം നക്കി. നമ്മൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? ഇന്നത്തെ പ്രോസ്പെരിറ്റിക്കാർ അയാളെ കുറിച്ച് എന്തു പറയും? ഇന്നത്തെ പ്രോസ്പെരിറ്റി പറയുന്നവർ അയാളെ കുറിച്ച് എന്തു പറയും? അയാൾ നേരെ അബ്രഹാം പിതാവിന്റെ അടുക്കലേക്ക് എത്തി, ദൈവം പിടിച്ച് ചുംബിക്കുന്ന നിലയിലേക്ക് വന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം അതുകൊണ്ട് ആരും സമദൃഷ്ടാന്തത്തിനുള്ള അനുസരണക്കേടിൽ വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. ഈ സ്വസ്ഥത ഇന്ന് കൃപയുടെ വാതിൽ പൂട്ടിയിട്ടില്ല, കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. എളിയവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കാൻ, നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കുവാൻ പ്രാർത്ഥി തരേണ്ടതിന് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.